എല്ലാവരും എന്നൊന്നും കൂടി സഹായിക്കണം. എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും എന്നെ സഹായിച്ച നിങ്ങൾ വീണ്ടും ഒരിക്കലും എന്നെ കൂടെ സഹായിക്കണം. എനിക്ക് എൻ്റെ കൂട്ടുകാരുടെ ഒപ്പം സ്കൂളിൽ പോകണം, കൂട്ടുകാരുടെ ഒപ്പം കളിക്കണം, സന്തോഷമായിട്ടിരിക്കണം. എല്ലാവരും എന്നെ ഒന്നും കൂടി സഹായിക്കണം പ്ലീസ്. എന്താ അപേക്ഷ? എൻ്റെ പേര് പറയും. എൻ്റെ മോളാണ്. 2023 ഒന്നാം മോൾക്ക് അസുഖം. നാട്ടുകാരെല്ലാവരും എൻ്റെ കൂട്ടുകാരും എല്ലാവരും നന്നായി സഹായിച്ച് എനിക്കറിയാം. വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മോൾക്ക് പിന്നെയും അസുഖം വന്നിരിക്കുകയാണ്. മകൻ്റെ മജ്ജാനും വെക്കാൻ പറ്റില്ല, എൻ്റെയാണ് വെക്കാൻ പോകുന്നത്. എൻ്റെ കളിയും ചിരിയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജോലിക്ക് കൂടി പോകാൻ പറ്റുന്നില്ല. എല്ലാവരും ഒന്നുകൂടി എൻ്റെ മോളെ കളി കാണാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി എല്ലാവരും സഹായിക്കണേ. എൻ്റെ പേര് പ്രിൻസി. ഇതിൻ്റെ മകൾ ലിയ. 2 വർഷം മുൻപ് മജ്ജ മാറ്റി വെച്ചിരുന്നതാണ്. വിധിയുടെ വിളയാട്ടം കൊണ്ട് വീണ്ടും എൻ്റെ മകൾക്ക് വീണ്ടും അസുഖം തിരിച്ചു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ 3 മാസമായി ഞങ്ങൾ വെല്ലൂർ ചികിത്സയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. നല്ലവരായ നാട്ടുകാരെ കൈയഴിഞ്ഞ് സഹായിച്ചതെന്ന് മാത്രമാണ് എൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത്. വീണ്ടും മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അതിന് 40 ലക്ഷം രൂപയുടെ ചെലവാണ് ഡോക്ടർമാർ ഇപ്പോൾ നിർദ്ദേശിക്കുന്നത്. എന്റെ മകളെ നിങ്ങൾ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുള്ളത്. ദൈവതിരുനാമത്തിന്റെ സ്തുതി. പ്രിയമുള്ളവരെ, കട്ടിലപ്പവും സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഇടവകയിലെ അംഗമാണ് പ്രിയപ്പെട്ട ലിയ പ്രവീൺ എന്ന ലിയ മോൾ. കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇതേപോലൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകും. അന്ന് ഇതുപോലെ ലിയ മോൾക്ക് ഈ ദേവാലയവും ഇടവകയും നാടും ചേർന്ന് മകൾക്ക് ധനസഹായം നൽകിയത്. പിന്നെയും ആ കുടുംബത്തിന് വലിയ വേദന സമ്മാനിച്ചുകൊണ്ട് രക്താർബുദം വീണ്ടും ഡിറ്റക്ട് ചെയ്തുകൊണ്ട് തന്നെ വെല്ലൂർ ആശുപത്രിയിലാണ് മകൾ ഉള്ളത്. വീണ്ടും ഒരു ധനസഹായത്തിന്റെ ആവശ്യം 40 ലക്ഷത്തോളം രൂപയാണ്. സുമനസ്സുകളുടെ സഹായം തേടിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ്. ഈ സെന്റ് മേരീസ് ഇടവകയോട് ചേർന്ന് കട്ടിലപ്പൂവത്തെ എല്ലാ ജനങ്ങളോടും ചേർന്ന് നിങ്ങളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. സാധിക്കുന്നവർ ഈ മകളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും വീണ്ടും ആ മകൾക്ക് ഒരു പ്രതീക്ഷ നൽകാൻ ഈ ധനസഹായം കാരണമാകുമെന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. മാടക്കത്ര പഞ്ചായത്തിലെ 11 വയസ്സ് മാത്രമുള്ള